കോൺഗ്രസിൻ്റെ നിലപാട് കോൺഗ്രസ് പറയും. നമ്മളൊരു 5 കൊല്ലം ഇരുന്ന ഗവർണർ അദ്ദേഹത്തെ തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന രാഷ്ട്രപതിയുടെ തീരുമാനത്തിൽ അധിഷ്ഠിതമാണല്ലോ ഇക്കാര്യമൊക്കെ. 5 കൊല്ലം എന്ന് പറയുന്നത് ഒരു ടേം പൂർത്തിയാക്കുക. ഇനി ഫർദറായിട്ട് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളത് കംഫർട്ടബിളാണ്. അദ്ദേഹം ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ചെയ്തു, കുറേ കാര്യം ചെയ്യാതെ പോയി. അപ്പോൾ ഇനി നീട്ടുമോ ഇല്ലയോ എന്നുള്ളത് അവർ തീരുമാനിച്ചോട്ടെ. നമ്മളല്ല ഫൈനൽ തീരുമാനം എടുക്കേണ്ടത്, രാഷ്ട്രപതിയുടെ തീരുമാനമാണ്. അതിന് അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. നമ്മളെന്തിനാ തടസ്സം പറയുന്നു? അല്ല, ഈ ഗവർണർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഗവർണറെല്ലാം പൊതുക്കാര്യങ്ങളിൽ ഇടപെടുന്ന ആളാണ്. ചില ഗവർണേഴ്സ് അങ്ങനെ വേണമെന്നില്ല. അവർ യഥാർത്ഥത്തിൽ ഒരു ബ്യൂറോക്രാറ്റിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളുകൾ ആ നിലയിൽ ഇതിനെ കാണുകയുള്ളൂ. അതേസമയം പബ്ലിക് സ്പേസ് ഉള്ള ഒരു വ്യക്തിയാണ് ഈ ഗവർണർ. അതുകൊണ്ട് പൊതുക്കാര്യങ്ങളിൽ ഇദ്ദേഹത്തിന് എല്ലാ അഭിപ്രായങ്ങളുമുണ്ട്. ആ അഭിപ്രായത്തിനോട് എല്ലാത്തിനോടും നമ്മൾ യോജിക്കണമെന്നില്ല. നമുക്ക് വിയോജിപ്പുള്ളതുണ്ടാകാം. വിയോജിപ്പ് പറഞ്ഞാലും അദ്ദേഹത്തിന് എതിർപ്പില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് രാഷ്ട്രപതി തീരുമാനിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ കാര്യം രാഷ്ട്രപതി എടുക്കേണ്ട തീരുമാനം അത് അവിടെ നിന്ന് വരട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റു കാര്യങ്ങളൊക്കെ അതല്ല, അദ്ദേഹത്തിന് തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട അതോറിറ്റി ആരാണ്? അതോറിറ്റി രാഷ്ട്രപതി. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ. അദ്ദേഹത്തിന് തുടരാൻ പറ്റുകയാണെങ്കിൽ തുടർന്നോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം എടുത്ത ചില നടപടികളുടെ ജനങ്ങൾക്ക് യോജിപ്പില്ല, ഞങ്ങൾക്കും വിയോജിപ്പുണ്ട്. പക്ഷേ ചില നടപടികളുടെ ഞങ്ങൾക്ക് യോജിപ്പുമുണ്ട്. അദ്ദേഹം നമ്മളുടെ വിദ്യാഭ്യാസ രംഗത്ത്, പ്രത്യേകിച്ച് സർവകലാശാല വിദ്യാഭ്യാസ രംഗത്ത് ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അധികാരം നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമത്തിൽ അദ്ദേഹത്തിന് പൂർണ്ണമായി വിജയിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പോലും കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഒരു വികാരം പുറത്ത് അറിയിക്കാൻ അദ്ദേഹത്തിൻ്റെ നിലപാട് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് താങ്കൾ പറഞ്ഞു. അങ്ങനെ ആഗ്രഹമുണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നവർ ജനങ്ങളുടെ ആഗ്രഹം അതല്ലേ ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പോൾ ഞാൻ അവസാനം പറഞ്ഞു വന്ന സെൻറ്റൻസിനകത്ത് അതെല്ലാം ഉണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് ചാൻസലർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ചില അധികാരങ്ങളുണ്ട്. ആ അധികാരം വിനിയോഗിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ആദ്യത്തെ ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് ചില പാളിച്ചകൾ പറ്റിയിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം മാറി ചിന്തിച്ചു. അദ്ദേഹം ഇപ്പോൾ ഈ വിദ്യാഭ്യാസ രംഗത്തെടുത്ത ചില നടപടികൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗ ശുദ്ധീകരണത്തിന് വിനിയോഗിക്കപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് മുൻപ് കണ്ടിട്ടില്ലാത്ത തരത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ ഒരു പോരാട്ടത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അതൊക്കെ ജനാധിപത്യത്തിന് ഭൂഷണമാണ്. അല്ല, അത് സർക്കാർ തീരുമാനിക്കണ്ടേ? സർക്കാർ ഗവർണറെ തടയുന്നതിന് വേണ്ടി ആളിനെ പറഞ്ഞു വിട്ടില്ലേ? വഴി പിടിച്ചു നിർത്താൻ നോക്കിയില്ലേ? പ്രതിഷേധ പ്രകടനം നടത്തിയില്ലേ? അതൊക്കെ ഒരു സർക്കാരിൻ്റെ ഭൂഷണമാണോ? അപ്പോൾ ഒരു ഗവർണർ ഉണ്ടെങ്കിൽ ഗവർണർക്ക് തൃപ്തികരമായി പ്രവർത്തിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം. ആ ഗവർണറുടെ കേരള സംസ്ഥാനത്തെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടത് ആരാ? ഗവൺമെൻറ്. ആ ഏറ്റെടുക്കേണ്ട ആളുകൾ തന്നെ വഴിയിൽ വെച്ച് അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചാൽ എന്താ ചെയ്യുക? അപ്പോഴെന്താ? ഇവിടെ തടിയുടെ വളവിലും ഉണ്ട്, പണിക്കാരൻ്റെ പണിയിലും ഉണ്ട്. അല്ലൊരു ഗവർണർ രാഷ്ട്രീയ പ്രവർത്തകനെ പോലെ ആയി എന്നുള്ള ഒരു ആക്ഷേപമായിരുന്നല്ലോ. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന കാലത്താണല്ലോ ഗവർണറായിട്ട് വെച്ചത്. രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം എടുത്ത ചില നടപടികളെ ശ്ലാഘിച്ചുകൊണ്ട് ചില ആളുകൾ കേരളത്തിൽ തന്നെ അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തു. കേരളത്തിൽ സത്യം പറഞ്ഞ 4-5 സ്ഥലത്ത് അദ്ദേഹത്തിന് വലിയ സ്വീകരണം കൊടുത്തു. അന്ന് സ്വീകരിച്ചിരുന്ന ആളുകൾക്ക് ഇന്നെന്താ വിയോജിപ്പ്? അന്ന് അദ്ദേഹത്തിന് കേരളത്തിലൊട്ടാകെ സ്വീകരണം കൊടുത്തല്ലോ. അന്നപ്പോൾ രാജീവ് ഗാന്ധിയായിട്ട് തെറ്റി വന്നതുകൊണ്ട് ഇവർക്കിവിടെ സ്വീകരണം എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവിസമാണ്. ആ നെഗറ്റീവിസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തത്. അന്ന് സ്വീകരിച്ചവർ പിന്നെ എന്ത് കാര്യത്തിലാണ് ഇപ്പം എതിർപ്പ് പറയുന്നത്? അപ്പോൾ യോഗ്യനാണ് ഗവർണർ സ്ഥാനത്ത് തുടരാൻ. അതുകൊണ്ടാണല്ലോ തുടരുന്നത്. അദ്ദേഹം തുടരുന്നു എന്നുള്ളത് കാരണം ഇവിടെ യോഗ്യത തീരുമാനിക്കേണ്ടവരാ രാഷ്ട്രപതി. അതിനകത്ത് നമ്മൾ അഭിപ്രായം പറയുന്നതിൽ കഥയില്ല. അത് രാഷ്ട്രപതിയുടെ ഡിസ്ക്രിഷണറി പവേഴ്സിൽ പെട്ടതാണ്. ഒരു ഗവർണർ വെദർ ഹി ക്യാൻ ബി കണ്ടിന്യൂഡ് ഓർ ഡിസ്കണ്ടിന്യൂഡ്, ഇറ്റ് ഷുഡ് ബി ഡിസൈഡഡ് ബൈ ദ
രാഷ്ട്രപതി. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന അദ്ദേഹം എടുത്തിട്ടുള്ള ചില നിലപാടുകളുണ്ട്, എല്ലാം ഞാൻ പറയുന്നില്ല, ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ശുദ്ധീകരിക്കുന്നതിന് വിനിയോഗിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ സംഘപരിവാർ അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ BJP അനുകൂല നിലപാട് സ്വീകരിക്കുന്നു എന്നൊരു വിമർശനം ഭയങ്കരമായിട്ടുണ്ടായിരുന്നത്, അത് അതിനെങ്ങനെ സാർ? ഞാൻ ചോദിക്കുക, സർവകലാശാല വൈസ് ചാൻസലർമാരുടെ അപ്പോയിൻമെൻറ്റ് അതിനകത്ത് ശുപാർശയായിട്ട് പോയി എന്നുള്ളതല്ലേ പ്രോ ചാൻസലർക്കെതിരായിട്ടുണ്ടായ ആക്ഷേപം? അങ്ങനെ ഒരു ശുപാർശ പറയുന്നത് ശരിയാണോ? പ്രോ ചാൻസലർ പോയിന്റിൽ ഇരിക്കുന്ന ഒരാൾ, ആ അധികാരം വിനിയോഗിക്കുന്ന ഒരു വ്യക്തി ഒരു ശുപാർശ തുണ്ടുമായിട്ട് ഗവർണറുടെ മുമ്പിൽ പോകുന്നത് ശരിയാണോ? ചെന്നോ? അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹവും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, ഗവർണറെ കൈകാര്യം ചെയ്യേണ്ട രൂപം അത് ഭരണഘടനാപരമായിരിക്കണം. ശുപാർശയുടെ അടിസ്ഥാനത്തിലല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്യിക്കേണ്ടത്. അപ്പം ചില കാര്യങ്ങൾ ശുപാർശ ചെയ്യണം, അപ്പം ഗവർണർ നല്ലതാണെന്ന് പറയുക, ചില കാര്യങ്ങളിൽ ഗവർണറുമായിട്ട് ഫൈറ്റ് ചെയ്യുക, അതുകൊണ്ടൊന്നും കാര്യം ശരിയാകില്ല. ഇത് രണ്ടുമില്ലാതെ ഒരു ക്ലാരിറ്റിയോട് കൂടിയ ഒരു നിലപാട് സംസ്ഥാന ഗവൺമെൻറ് എടുത്തിരുന്നു എങ്കിൽ അത് ജനങ്ങൾക്ക് ഗുണകരമായ. അത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായം, ജനങ്ങളുടെ അഭിപ്രായവും ഗവൺമെൻറ് അഭിപ്രായമല്ല. അദ്ദേഹത്തിൻ്റെ ഇത്ര അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് അഭിപ്രായം പറഞ്ഞു, അതിനപ്പുറത്ത് വേറൊരു കാര്യം അതിനകത്തില്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ആളാണ്. ഉന്നത വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം, ഒരു ഗവർണറല്ല സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖല നയം തീരുമാനിക്കുന്നതും ആവിഷ്കരിക്കുന്നതും നടപ്പാക്കുന്നത് ഗവൺമെൻറ്റാണ്. ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള എല്ലാ മാറ്റങ്ങൾക്കും നിദാനമായിട്ടുള്ളത് സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് അതിൻ്റെ പ്രഖ്യാപിത നയങ്ങൾ ഇന്നുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ വലിയ രൂപത്തിലുള്ള ദിശാബോധം പകർന്ന നീക്കത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വന്നു, സയൻസ് പാർക്ക് വന്നു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കാനുള്ള സൗകര്യമായി, റോബോട്ടിക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ സൗകര്യമായി, അസാപ്പുകൾ വന്നു, സ്കിൽഡ് ആൻഡ് നോളജ് ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ വന്നു, കൂടുതൽ ഇന്നോവേഷൻ സെൻ്ററുകൾ വന്നു, ഇൻക്യുബേഷൻ സെൻ്ററുകൾ വന്നു. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ ഉന്നതമായ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ നേട്ടങ്ങളെല്ലാം. അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടേതാണ് എന്ന രൂപത്തിലേക്ക് ആരെങ്കിലും അവകാശപ്പെട്ടാൽ അത് യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണ് എന്ന കാര്യം എടുത്തു പറയുന്നു. സർക്കാരിന്റെ കാര്യം നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഗവർണർക്ക് സംരക്ഷണം കൊടുക്കേണ്ട സർക്കാർ തന്നെ അദ്ദേഹത്തെ തടയാനാണ് വിട്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രതികരണമാണ്. ഇല്ല, അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം മറ്റേതെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങളുടെ ഭാഗമാകാം. യഥാർത്ഥത്തിൽ പല ഘട്ടങ്ങളിലും ഗവൺമെൻറ്റിൻ്റെ ബില്ലുകൾ തടഞ്ഞു വയ്ക്കുക, നിയമസഭ പാസ്സാക്കുന്നത് ഐകണ്ഠേന പാസ്സാക്കിയ ബില്ലുകൾ പോലും ഇപ്പോഴും ഒപ്പിടാത്തതുണ്ട്. ചിലത് ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റിനെ നയിച്ചു, ചിലത് സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ് അനുമതി തന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായി നടത്തി എന്ന് അദ്ദേഹം പറയുന്നത് തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്നത് പകൽ പോലെ എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അത് മറ്റേതെങ്കിലും താല്പര്യങ്ങളുടെ പക്ഷത്തായിരിക്കാം അദ്ദേഹത്തിൻ്റെ അത്തരം അഭിപ്രായങ്ങൾ. കോൺഗ്രസ് പൊതുവെ എതിർക്കാറുണ്ട്, പല ഘട്ടങ്ങളിലും സർക്കാർ BJP നാടകം എന്നൊക്കെ പറഞ്ഞ് എതിർക്കാറുണ്ട് ഗവർണറെ പലപ്പോഴും. ഈ ഒരു ഘട്ടത്തിൽ ഗവർണർ ഇനി ഒരു 5 കൊല്ലം കൂടെ തുടരണമെന്നൊരു കോൺഗ്രസ് നേതാവ് പറയുന്നത് എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ? BJPയോട് അദ്ദേഹത്തിനുള്ള ആഭിമുഖ്യവും താല്പര്യമാകണമെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റു പറയാൻ കഴിയില്ല.